ഹലോ ഗായ്സ്, അസ്സലാം വലൈക്കും. നമസ്കാരം. എല്ലാവർക്കും ഷാഹിദിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ മാസം 9 2025 ആണ്ട്. ദിവസങ്ങൾ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വ്ളോഗ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ വേഗത എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അൺഎഡിറ്റിംഗ് ഓപ്ഷൻ ഉള്ളതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ ഞാൻ അധികം സമയം എടുക്കുന്നുമില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതെയൊക്കെ പോകുന്നുണ്ട്. കുറച്ചധികം നിങ്ങളോടെല്ലാം സംസാരിക്കണം, കൺവേ ചെയ്യണം എന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, എന്നെ അറിയുന്നവർക്കും എന്നെ അറിയാത്തവർക്കും കരുണ ചെയ്യുന്ന ദൈവം, ആ ദൈവം എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തോടും കൂടിയ ദീർഘായുസ്സും, അതേപോലെ ഇന്നത്തെ ദിവസം നല്ല ചിന്തകൾ കൊണ്ടും നല്ല പ്രവൃത്തികൾ കൊണ്ടും എല്ലാം നല്ല രീതിയിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ആരോഗ്യം എല്ലാവർക്കും മാനസികമായും ശാരീരികമായും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വാക്കുകളുടെ പ്രാധാന്യം. ഈ വാക്കുകൾ, ഒരു വാക്ക് ജനിക്കണത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അല്ലാതെ ഏത് വാക്കും ആയിക്കോട്ടെ, ഏത് പ്രസ്ഥാനം ആയിക്കോട്ടെ, ഏത് വലിയ സ്ട്രക്ചറായിട്ട് അത് ജനിക്കുന്നത് വാക്കുകളായിട്ടാണ്. ആ വാക്കുകളായിട്ട് മനസ്സിൽ ജനിച്ച് അത് ഒരുവൻ്റെ കൈകളിലൂടെ ചിത്രങ്ങളായി. ആ ചിത്രങ്ങൾ ആർക്കിടെക്ചർ ഫേമിൽ പറയുമ്പോൾ അത് ബ്ലൂ പ്രിൻ്റായി. അങ്ങനെ ആ ബ്ലൂ പ്രിൻറ്റിന് മേലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് സംഭവങ്ങൾ വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ആ വാക്കുകൾക്ക് എന്തോരം പ്രാധാന്യമുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ അമ്മ എന്നോ ഉമ്മ എന്നോ ഉമ്മി എന്നൊക്കെ വിളിക്കാനായിട്ട് എന്തോരം പാടുപെട്ടിട്ടുണ്ട് നമ്മളറിയാതിരുന്ന സമയത്ത്. എന്നാലോ ആ വൺ അമംഗ് ദാറ്റ് ഗ്രേറ്റ് സ്കിൽ വി ഫോർഗെറ്റ് ഇൻ അവർ ഓൾഡ് ഏജ്. നമ്മുടെ ആ ഓൾഡ് ഏജിൽ നമ്മളത് അറിയാതെ, മനസ്സിലാക്കാതെ നമ്മുടെ ആ വാക്കുകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടു അന്ന് അങ്ങനെ വിളിക്കാനായിട്ട്, എന്തോരം ആഗ്രഹിച്ചു വിളിക്കാനായിട്ട്. പക്ഷെ സംസാരിച്ച് തുടങ്ങിയപ്പോഴും അതിൻ്റെ ഡെപ്തും കാര്യങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ വെറുതെ വേഗമായിട്ട് സംസാരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വാക്കുകൾ മൂല്യവത്താണ് സുഹൃത്തുക്കളെ. എല്ലാ വാക്കും മൂല്യവത്താണ്. ഒരു ദിവസത്തിൽ 65,000 ചിന്തകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ നിന്നൊരു 10,000 വേർഡ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേർഡ്സ് എല്ലാം, ഓരോ വേർഡ്സും നമ്മുടെ ഭാവിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് പറയുന്ന വാക്കുകൾ നാളെ നമ്മുടെ ഭാവിയെ വല്ലാതെ ബാധിക്കും. അത് കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ പേരിൽ വളരെയധികം വാക്കുകൾ സൂക്ഷിച്ചാണ് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ ഈ ഓരോ വാക്കുകൾ നമ്മളെ ഫോർമാറ്റ് ചെയ്യുന്ന, ഫ്യൂച്ചറിസ്റ്റിക്കിലേക്ക് നമ്മളെ ഫോർമാറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നാളെ നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് എന്താ പറയുക, ലോ ഓഫ് അട്രാക്ഷൻ. പൗലോ കൊയ്ലോ പറയുന്നവർ, ഏത് ആഗ്രഹവും അതിതീവ്രമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്താനായിട്ട് യൂണിവേഴ്സ് തന്നെ നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത് പോലെ ആ സംഭവം സംഭവിക്കുന്നത് വേറൊന്നിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഈ ഒരു അടിസ്ഥാനത്തിലാണ്. കാരണം നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ, ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ അലയടിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൻ തുമ്പിലെത്തി നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ ശബ്ദമായി പുറത്തു വരുമ്പോൾ അതിനുണ്ടാകുന്ന എനർജി, അതിനുണ്ടാകുന്ന ഓറ, അതിനുണ്ടാകുന്ന വൈബ്രേഷൻ എല്ലാം വേറെ ലെവലാണ്. ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് എന്താണോ, അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങണം. ചിന്തകൾ മാത്രം പോരാ, അത് സംസാരം എന്ന പ്രവൃത്തിയാകണം. അതേപോലെ പ്രവൃത്തി എന്ന പ്രവൃത്തിയാകണം. കൈകാലുകൾ കൊണ്ട് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആയെങ്കിൽ മാത്രമാണ് അതിനൊരു റിസൾട്ട് വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് പോകും. ഇത്തിരി സൈക്കോളജി വരുന്നുണ്ട്, ഇത്തിരി ഫിലോസഫി വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഞാൻ ഇന്നൊരു പാട്ടും കൂടെ പാടാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഒരു മാപ്പിളപ്പാട്ട് തന്നെ ആയിക്കോട്ടെ. ഇപ്പം എന്ത് പാടണമെന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്നൊരു പാട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പാടാനായിട്ട് സാധിക്കില്ല. എങ്കിലും ഞാനൊരു ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് എൻ്റെ. മക്കത്ത് പൂത്തൊരു ഈത്തമരത്തിലെ ഓലിലയായെങ്കിൽ, ഞാനൊരു ഓലിലയായെങ്കിൽ, അക്കൊത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ, ഞാനൊരു മൺതരിയായെങ്കിൽ, മുത്ത് ബിലാലിൻ്റെ ബാങ്കുലി മുഴങ്ങണ കാറ്റലയായെങ്കിൽ, ഞാനൊരു കാറ്റലയായെങ്കിൽ, പുണ്യപ്പൊരുളായ ഖുർആനെ കേട്ട ഹിറ ഗുഹയായിന. വരികൾ അങ്ങനെ കയറി പോകുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന സിങ്കായിട്ടുള്ള കുറച്ച് വരികൾ ഞാനൊന്ന് പാടി. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താണ് ആത്മകഥ എന്നുള്ളത് നിങ്ങൾക്ക് ഈ പാട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഒരാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് അയാളിലൂടെ ഇതേപോലെ ഫ്ലോ ആക്കിയിട്ടൊക്കെ പുറത്ത് വരുള്ളൂ. അപ്പോൾ നമ്മളെന്താണെന്നും നമ്മുടെ വ്യക്തിത്വം എന്താണെന്നും നമുക്ക് അളക്കാനും ഇതൊക്കെ നമ്മൾ പാടുന്ന മൂളിപ്പാട്ടുകൾ വരെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊക്കെ. In this social media, if I am exposing myself in this manner, then I am walking towards a greater path that nobody can imagine. Only I can imagine where I will go and I can reach wherever I can. ഈ സംഭവങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ, ഞാൻ എവിടെയെല്ലാം പോകും, എന്തെല്ലാം നേടുമെന്നുള്ള വ്യക്തമായ ധാരണ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിലേക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ ഫ്യൂച്ചർ, ഈ ഒരു 5 minutes 30 seconds അല്ലെന്നുണ്ടെങ്കിൽ 6 minutes എൻ്റെ ഈ വീഡിയോസ് ഭാവിയിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 2 hours 3 hours സ്പീച്ചായിട്ടാണ്. അപ്പോൾ ആ സ്പീച്ചായിട്ട് ഞാൻ റെഡി ആയിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവിടെ ആ സ്റ്റേജിൽ എത്ര പേരുണ്ടാകും എന്നുള്ളത് വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഓൺലൈനായിട്ട് ഒരുപാട് പേരുണ്ടാവും, അതേപോലെ ഓഫ്ലൈനായിട്ട് മിനിമം ഞാൻ കാണുന്ന ഒരു സ്റ്റേജിൽ എനിക്കൊരു 500 പേരെങ്കിലും വേണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ഞാനിത് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണിതെല്ലാം. ഞാൻ എക്സെപ്ഷനുകളൊന്നുമല്ല. ഐ എം എ യുണീക്ക് മാൻ ഓൾസോ ലൈക്ക് യു. എല്ലാവരെ പോലെ തന്നെ ഞാൻ ഒരു സാധാരണക്കാരൻ തന്നെയാണ്, സാധാരണക്കാരനിൽ സാധാരണക്കാരനാണ്. എന്നാലോ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദൈവം തന്നേക്കുന്ന ആ കഴിവിനെ ഞാനൊന്ന് മോടി പിടിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്തിരി ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നത് വരേക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഹാപ്പി ഡേ ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ.